ാണ് 3 തരത്തിലുള്ള ഉസ്താദുമാരുണ്ട്. നിങ്ങൾ ഏതാണെന്നുള്ളത് ഞാൻ പറയുന്ന സമയത്ത് സ്വയം ചോദിക്കുക. അതിൽ ഒരു ഉസ്താദ് എന്ന് പറയുന്നത് ന്യൂട്രൽ ഉസ്താദ് എന്നാണ്. മറ്റൊരു ഉസ്താദ് നെഗലക്റ്റിംഗ് ഉസ്താദ്, മൂന്നാമത്തെ ഉസ്താദ് നർച്ചറിങ് ഉസ്താദ് എന്നാ പറയാ. ഈ ന്യൂട്രൽ ഉസ്താദിന്റെ ശൈലി എന്താ അറിയോ? സബ്ജക്റ്റ് ഓറിയന്റഡാ. നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ എനിക്കെന്താ, എനിക്ക് ശമ്പളം കിട്ടും, നിങ്ങൾ എഴുതാതിരിക്കേ, എനിക്കിപ്പോ എന്താ, ഞാൻ പഠിപ്പിക്കും, വേണം പഠിച്ചോ. ഇത് ന്യൂട്രൽ ടീച്ചറാണ്, സബ്ജക്റ്റ് ഓറിയന്റഡ് ആണ്. ഒരു കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ ചെയ്യുന്ന പ്രൊഫഷനിനോട് ഒന്നും കാണിക്കണില്ലല്ലോ. പിന്നൊരു ടീച്ചറുണ്ട്, നെഗലക്റ്റിംഗ് ടീച്ചറാന്നാ പറയാ. ഒരു ദിവസം ക്ലാസ്സിൽ 10 ഹയവാനെങ്കിലും വന്നിട്ടുണ്ടാവും. ഹയവാന്, പോത്തെ, ജാമൂസ്, നീ എന്തിനോടോ പൊട്ട ക്ലാസ്സിലേക്ക് വരുന്നത് എന്ന രീതിയിലായിരിക്കും ഉസ്താദ് കൂടുതലും പറയാം. അതിലും വലിയ കാര്യം ഉണ്ടാവില്ല, കുട്ടികൾ വളരുമില്ല. മൂന്നാമതായിട്ടൊരു ടീച്ചറുണ്ട്, നർച്ചറിങ് ടീച്ചറാന്ന് അതിന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ആ ലെവലിലുള്ള ഒരു അധ്യാപകനായി മാറണം. വളർത്തുന്ന ടീച്ചർ എന്നാണ് അതിൻ്റെ മലയാളം. അത് എങ്ങനെ ആയിത്തീരാമെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഒരു നർച്ചറിങ് ടീച്ചർ ആവാനുള്ള ചില ക്വാളിറ്റീസ്. ന്യൂട്രൽ ടീച്ചർ പറഞ്ഞു സബ്ജക്റ്റ് ഓറിയന്റഡ് ആണ്. നെഗലക്റ്റിംഗ് ടീച്ചർ ഒരു അപ്രിസിയേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കണ്ണിലേക്ക് നോക്കി ചിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് പതുക്കെ തട്ടിക്കൊടുക്കുക, സൂപ്പർട്ട മോനെ, അല്ലെങ്കിൽ നല്ലൊരു വാക്ക് അങ്ങോട്ട് പറയാം, ഖൗലു മഅറൂഫുൻ ഖൈറും മിൻ സദഖ, നിങ്ങൾക്ക് പറ്റുവാടാ, നീ സൂപ്പറാടാ, ആ വാക്ക് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുറേ സ്ട്രെസ്സിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അത് മദ്രസയിൽ ഒരിക്കലും പറ്റാൻ പാടില്ല. നമ്മൾ ദീനിൻ്റെ പട്ടാളക്കാരാ മദ്രസ അധ്യാപകരെന്ന് പറയുന്നത്. ഇവരെ മൊറാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ്, ഉറപ്പാണ്. ഈ 2 ദിവസം മുമ്പ് എൻ്റെ ഉസ്താദായ ബഷീർ ഫൈദ് വണ്ണക്കോട് ഉസ്താദിനോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒരു ചർച്ച വന്നതും ഇപ്പോഴുള്ള കുട്ടികളെ കൂട്ടത്തല്ലും കത്തിയെടുത്തിട്ട് ഉമ്മമാരെ വെട്ടുന്നതും, ഈ അടുത്ത് +2 ഒരു മോൻ ഒരു പോലീസുകാരൻ ഇടിച്ച് താഴെ ഇട്ടിട്ട് ആളെ തെറി അങ്ങോട്ട് വിളിച്ചു. ഒരു കുട്ടിയോട് ചോദിച്ചു, മോൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിഹാദ് എന്ന് പറയുന്ന തൊപ്പി എന്ന് പറയുന്ന കഥാപാത്രം സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ ഒരു മോനോട് ചോദിച്ച്, എന്താ തൊപ്പിന് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ ആ മോന് പറയാ, തൊപ്പിൻ്റെ തെറി ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഇന്നത്തെ മക്കൾ എന്ന് പറയുന്നത്. ഈ മക്കളെ നമ്മളെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാനൊരു അധ്യാപകനല്ല. മദ്രസ ഉസ്താദുമാർക്ക് നല്ല സ്വാധീനമുണ്ട് ഈ കാലഘട്ടത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കാൻ. കൂടെ നിന്നുകൊണ്ട് നിന്റെ കൂടെ ഞാനുണ്ടടാ എന്ന് പറഞ്ഞിട്ട് ആ നല്ല വാക്ക് കൊടുക്കുമ്പോൾ അവൻ വല്ലാതെ തെറ്റിലേക്കൊന്നും പോവില്ല. അതിലേക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. ഒരിക്കലും അപ്രിസിയേഷൻ ഇല്ല, സപ്പോർട്ടില്ല, കെയറിങ് ഇല്ല. ഇങ്ങനൊരു അധ്യാപകനാണ് ഞാനെങ്കിൽ